തമിഴിൽ നിന്ന് ഈ അടുത്ത കാലത്ത് അത്യാവശ്യം പീപ്പിൾ അക്സെപ്റ്റൻസ് നേടിയ ഒരു സിനിമയുണ്ട്. മദ്രാസ് മാറ്റിനി ഇപ്പൊ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തമിഴ് ഡയറക്ടർമാരായ ലോകേഷ് കനകരാജും കാർത്തിക് സുബരാജൊക്കെ അത്യാവശ്യം പ്രൈസ് ചെയ്തിട്ടുള്ള പടമാണ്. ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ ഇതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് ഇന്നലെ നമ്മുടെ സിനിമ ലവേഴ്സിന് ഒരു ഫെസ്റ്റീവ് ഡേ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ലോഡ് സിനിമയും സീരീസും OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യം പറയേണ്ടത് നമ്മുടെ കീർത്തി സുരേഷിന്റെ സോൾട്ട് ആൻഡ് ക്യാംഫർ ഉപ്പ് കപ്പ് രമ്പ് ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. മദ്രാസ് മാറ്റിനി ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. പ്രിയാമണിയുടെ ഗുഡ് വൈഫ് പറഞ്ഞിട്ട് കോർട്ട് റൂം ഡ്രാമ ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. അഭിഷേക് ബച്ചന്റെ കാളിദാ ലപ്പാട്ട പറഞ്ഞിട്ട് ഒരു സിനിമ C5 സ്ട്രീം ചെയ്യുന്നുണ്ട്. രാജീവ് ഗാന്ധി അസാസിനേഷനെ പറ്റിയിട്ട് ദ ഹണ്ട് പറഞ്ഞ സീരീസ് സോണി ലിവിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മുടെ ഒരു ഹൊറർ ത്രില്ലർ ഫ്രം തമിഴ് പരമശിവ ഫാത്തിമ എന്നാണ് പേര് തോന്നുന്നു. ആഹാ തമിഴിലും സ്ട്രീം ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ സിനിമ മദ്രാസ് മാറ്റിനെ പറ്റി പറയാന്ന് വെച്ചാൽ യങ്ക കിടിലം പടം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു കൊച്ചു പടം, നല്ല പടം, ഡീസന്റ് വാച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആദ്യം തന്നെ എടുത്തു പറയുന്നത് പല സ്ഥലത്തും ടൂറിസ്റ്റ് ഫാമിലി ഈ സിനിമയും തമ്മിൽ കമ്പാരിസൺ കണ്ടു. ആൻഡ് പ്ലീസ് അവോയ്ഡ് ദാറ്റ്. ടൂറിസ്റ്റ് ഫാമിലി ഒരു എക്സ്ട്രീമിൽ കിടക്കുന്ന സിനിമയാണ്, ഇത് വേറെ എക്സ്ട്രീമിൽ കിടക്കുന്ന സിനിമയാണ്. രണ്ടും ഡിഫറെന്റ് ജോണേഴ്സ് ആണ്. അത് ആദ്യം മനസ്സിലാക്കുക. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിനെ റിയൽ ലൈഫിൽ നിന്ന് എടുത്തിട്ട് ഒരു TV സ്ക്രീനിൽ അല്ലെങ്കിൽ വലിയൊരു സ്ക്രീനിൽ കാണിച്ച് എങ്ങനെയിടും, അതാണ് നമ്മുടെ മദ്രാസ് മാറ്റിനി. നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറെ സീൻസ് ഉണ്ട് എന്നൊന്നും ഞാൻ പറയില്ല. നമ്മുടെ ലൈഫാണ് ഈ സിനിമ. സോ ഇതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ് സത്യരാജ് പറയുന്നുണ്ട്. ഈ മിഡിൽ ക്ലാസ് ഫാമിലിയിലെ സ്ത്രീകളുടെ അവസ്ഥയെ പറ്റിയിട്ട്. അവർക്കൊരു ഡെയിലി റൊട്ടീൻ ഉണ്ട്. ഇന്നലെ എന്താണോ അതന്നെയാണ് ഇന്ന് എന്താണോ അതന്നെയാണ് നാളെ, അതന്നെയായിരിക്കും ഇനിയുള്ള ലൈഫിൽ എന്നുള്ളത്. പെട്ടെന്ന് എനിക്ക് എന്റെ അമ്മയുടെ കാര്യങ്ങൾ, അമ്മയുടെ അടുക്കളയിലുള്ള കഷ്ടപ്പാടൊക്കെയാണ് ഓർമ്മ വന്നത്. അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ സീൻസ് പറയുന്നില്ല, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ് മദ്രാസ് മാറ്റിനി. സമയം ഉണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക. ഇപ്പൊ ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ അല്ലെങ്കിൽ ഒരു ലക്ഷറി ലൈഫ് ലെഡ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അല്ലാത്തവർക്ക് എന്തായാലും കണക്ട് ചെയ്യാൻ പറ്റും. ഈവൻ നമ്മുടെ സ്കൂൾ ഡേയ്സ് വരെ നമുക്ക് ഈ സിനിമയിൽ കണക്ട് ചെയ്യാൻ പറ്റും. അതിൽ നമ്മൾ അനുഭവിച്ച വേദനകൾ അല്ലെങ്കിൽ കളിയാക്കൽ വരെ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. സോ ഞാൻ കമ്പയർ ചെയ്യരുതെന്ന് പറയാനുള്ള മെയിൻ കാരണം, ഒരു ത്രില്ലർ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ ദൃശ്യമായിട്ട് കമ്പയർ ചെയ്യും. ദൃശ്യത്തിന്റെ മുകളിൽ നിൽക്കുന്ന പടമാണ്, താഴെ നിൽക്കുന്ന പടമാണ് വേണ്ടി. അതുകൊണ്ടാണ് പറഞ്ഞ കമ്പാരിസൺ പോണ്ട. സോ ഈ സിനിമയിൽ മെയിൻ ലീഡായിട്ട് അഭിനയിച്ചിരിക്കുന്നത് സത്യരാജ്, കാളി വെങ്കിട്ട്, അതേപോലെ തന്നെ ഷെല്ലി കിഷോറാണ്. എല്ലാവരും കിടിലൻ തന്നെയായിരുന്നു. സത്യരാജ് ഒരു സയൻസ് ഫിക്ഷൻ ബുക്ക് അല്ലെങ്കിൽ കഥകൾ എഴുതുന്ന ആളാണ്. അപ്പൊ ആളുടെ അടുത്ത് ഒരു കൊച്ചു വന്ന് പറയാണ്, നിങ്ങൾക്ക് എന്തുകൊണ്ട് മിഡിൽ ക്ലാസ് ആൾക്കാരെ കഥ എഴുതിക്കൂടാന്ന്. ആൾക്ക് അതിന് ആൻസറും ഉണ്ട്. മിഡിൽ ക്ലാസ് ആൾക്കാരെ ലൈഫ് ബോറിംഗ് ആണ്. ഇൻ വൺ വേ അത് കറക്റ്റുമാണ്, ഇൻ അതർ വേ അത് തെറ്റുമാണ്. സോ ആൾ ഒരു കാളി വെങ്കിട്ട് എന്ന ഓട്ടോ ഡ്രൈവറിന്റെ കഥ എഴുതാൻ വേണ്ടി തുടങ്ങുകയാണ്, കഥ പറയാൻ തുടങ്ങുകയാണ്. സോ പിന്നീട് ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. 2 മണിക്കൂർ 17 മിനിറ്റിന്റെ സിനിമയാണ്. സത്യരാജിന്റെ നറേഷനും പോർഷൻസ് ഒക്കെ കിടിലനായിരുന്നു. നല്ല സിനിമയാണെങ്കിലും ഫ്ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലൊരു ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിക്കുന്ന സീൻ ഉണ്ട്. ഭയങ്കര ഇമോഷണൽ ആക്കുന്ന സീനിനെ കോമഡി ആക്കി പോയത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല. ദാറ്റ് വാസ് അൺഅക്സെപ്റ്റബിൾ. ബാക്കി അത്യാവശ്യം ഇമോഷൻസും മെസ്സേജസും ഈ വീട്ടുകാർ അച്ഛനമ്മമാരുടെ വില മനസ്സിലാക്കണമെന്നും എല്ലാം നല്ല വൃത്തിക്ക് എടുത്ത് കാണിച്ചിട്ടുണ്ട്. ലൈഫിൽ ഒരു സർട്ടൻ പീരീഡ് ഉണ്ട്, നമുക്ക് നമ്മുടെ അച്ഛനമ്മമാര് കളക്ടർ അല്ല, അല്ലെ അംബാനി അല്ല, അവരുടെ പൈസ ഇല്ല എന്നൊക്കെ കുറെ തോന്നുന്ന ഒരു സമയമുണ്ട്. പിന്നീട് നോക്കുമ്പോൾ അതായിരിക്കും ലോകത്തിന്റെ ഏറ്റവും വലിയ തെറ്റെന്ന് മനസ്സിലാവും. സോ ഫാമിലി ആയിട്ട് എന്തായാലും കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ്. എല്ലാവരും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഇതിൽ കാളി വെങ്കിട്ടിന്റെ പെർഫോമൻസ് ഒക്കെ എടുത്ത് പറയേണ്ടതാണ്. സമയം ഉണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക. എനിക്ക് പേഴ്സണലി അത്യാവശ്യം ഇഷ്ടപ്പെട്ട സിനിമയാണ്. അത് പറഞ്ഞിട്ട് ഡൈവ് ചെയ്ത് ഹൈ എക്സ്പെക്ടേഷനിൽ പോയി കാണരുത്. ഒരു കൊച്ചു പടം കാണുന്ന മൈൻഡ് സെറ്റിൽ കാണാൻ പാടുള്ളൂ. പ്ലീസ് ട്രൈ.